Welcome to Lifeline TV. ഇപ്പോൾ നമുക്ക് വളരെ പുതിയൊരു സബ്ജക്റ്റാണ് ഡിജിറ്റൽ മാസ്റ്ററിയെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ലോകം മുഴുവനുള്ള ആൾക്കാരുടെ സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു ബിഹേവിയർ, ബൈയിങ് ബിഹേവിയർ ട്രമൻഡസ് ആയിട്ട് ചേഞ്ച് ചെയ്തു പോയി. അപ്പോൾ അതിനകത്ത് ഇന്നിപ്പോൾ നമുക്ക് ഡിജിറ്റൽ മാസ്റ്ററിക്കകത്ത് വരുമ്പോൾ നമ്മൾ വെബ്സൈറ്റ്, ഇല്ല ഫേസ്ബുക്ക്, ട്വിറ്റർ, ലിങ്ക്ഡിൻ, ഇൻസ്റ്റഗ്രാം, പിൻഇൻട്രസ്റ്റ്, സ്നാപ്ചാറ്റ്, വാട്സപ്പ്, ഈ ഒരു മേഖലകളിൽ കൂടിയാണ് ബിസിനസ് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പഠനങ്ങൾ കാണിക്കുന്നത് ശരാശരി 11 മണിക്കൂർ വരെ മൊബൈൽ ആൾക്കാർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2/3 ടൈമും ഇതിൽ പോവുകയാണ് ഉണർന്നിരിക്കുന്ന സമയത്തിൻ്റെ. അപ്പോൾ അത് പ്രധാനമായിട്ടും ടാബ്ലറ്റിലോ മൊബൈലിലോ ആണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സാർവത്രികമായി ഇൻ്റർനെറ്റ് വന്നു എന്നുള്ളതാണ്. 4G, അതുപോലെ തന്നെ ഇപ്പോൾ 5G വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ ലോകത്തിൽ 2ാമത്തെ പൊസിഷനാണ് മൊബൈൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ലോകത്തിൽ മൊത്തമായിട്ട് ഇൻ്റർനെറ്റ് യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4,000 മില്യൺ വരും, 400 കോടി. അപ്പോൾ ഗ്ലോബൽ സ്റ്റാറ്റസാണ്. അതിനകത്തൊരു 3,000 കോടി ആൾക്കാരെങ്കിലും, ദാറ്റ് മീൻസ് ഒരു 300 കോടി ആൾക്കാരെങ്കിലും വളരെ ആക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ മീനെ പിടിക്കണമെങ്കിൽ മീൻ ഉള്ളിടത്തോട്ട് നമ്മൾ ചെല്ലണം. ഇപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഈ ബൈയിങ് ബിഹേവിയർ മാറിപ്പോയതുകൊണ്ട് എല്ലാ അഡ്വർടൈസിങ്ങും കമ്പൈൻഡായിട്ട് മുടക്കുന്ന കഴിഞ്ഞും വളരെ കൂടുതലാണ് ആൾക്കാർ ഈ ഓൺലൈനിൽ മുടക്കുന്നത്. ഇന്നിപ്പോൾ ഈ സോഷ്യൽ മീഡിയ പ്രൊഫഷണൽസ്, ഡിജിറ്റൽ മീഡിയ പ്രൊഫഷണൽസിന് അപ്പോൾ പുറത്തൊക്കെ കിട്ടുന്ന സാലറി വളരെ കൂടിയിരിക്കുന്നു. ആ മേഖലയിൽ ഒരുപാട് പേര് ഇപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടെങ്കിലും റിലയബിളായിട്ട്, അപ്പോൾ നമുക്കറിയാവുന്ന ചില ആൾക്കാരുണ്ട്, അവർ ഇന്ത്യക്കകത്തേക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. കാരണം ഫോറിൻ ക്ലയൻസിനെ തന്നെ അവർക്ക് നോക്കാൻ പറ്റുന്നില്ല, അത്രയും വർക്ക് ലോഡ് അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്താണോ അപ്പോൾ നമ്മളിത് ചെയ്യുന്നത്, അപ്പോൾ എല്ലാവരും ഈ ഫേസ്ബുക്കിൽ പോകുന്നുണ്ട്, എല്ലാവരും തന്നെ സ്നാപ്ചാറ്റിൽ പോകുന്നുണ്ട്, ട്വിറ്ററിൽ പോകുന്നുണ്ട്. പക്ഷേ അത് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പഠിക്കണം. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്കതിനകത്ത് പ്രൊമോഷൻ ചെയ്യണമെങ്കിൽ കാശ് കൊടുത്താൽ മാത്രമേ അവർ ശരിക്കും പ്രൊമോഷൻ ചെയ്യത്തുള്ളൂ. ഇല്ല നമുക്ക് വളരെ കുറച്ച് ആൾക്കാരിലേക്കൊക്കെ എത്താം. ഇങ്ങോട്ട് ഇടുന്നതൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. പക്ഷേ അങ്ങോട്ട് നമുക്ക് പ്രൊമോഷൻ കൊടുത്ത്, പക്ഷേ അതിനകത്തൊരു പോസിറ്റീവ് സൈഡുള്ളതെന്ന് വെച്ചാൽ നമുക്കൊരു നല്ല പ്രോഡക്റ്റ് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കത് വിയറ്റ്നാമിൽ വിൽക്കണമെന്നുണ്ടെങ്കിലും, കംബോഡിയയിൽ വിൽക്കണമെന്നുണ്ടെങ്കിലും, കെനിയയിൽ വിൽക്കണമെന്നുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ ഈസിയാണ്. അപ്പോൾ ഈ ഫോബ്സിൻ്റെ ഒരു സർവേക്കകത്ത് പറയുന്നത് ഏതാണ്ട് 82% പ്രൊഡക്റ്റ് ഇന്ന് വിൽക്കുന്നത് ഓൺലൈൻ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൾറെഡി വിൽപ്പന ഇതിൽ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സമയം അധികരിച്ചിരിക്കുന്നു. ഇനിയും ഈ 5G ഒക്കെ വരുന്ന സമയത്ത് ഇത് വളരെ കൂടും. അപ്പോഴത്തേക്ക് നമ്മൾ ഈ ഡിജിറ്റൽ മീഡിയ, അപ്പോൾ ലൈഫ് ലൈൻ തന്നെ ഇതിനകത്ത് ഹ്യൂജ് മണി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞൊരു 5 ഇയേഴ്സിനകത്ത്. അതിനുശേഷമാണ് നമ്മളൊരു ഇൻഹൗസ് വലിയ ടീമിനെ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇപ്പോൾ ക്രോർസ് സ്പെൻഡ് ചെയ്തതിൻ്റെ അനുഭവത്തിലാണ്. അപ്പോൾ ഈ പുറത്തുനിന്ന് കൊടുത്ത് നമുക്ക് അത്രമേൽ റിസൾട്ട് ഉണ്ടാക്കാനും പറ്റിയില്ല, അകത്തുനിന്നുള്ളതിന് കുറച്ചുകൂടെ റിസൾട്ട് വരികയും ചെയ്തു. പക്ഷേ ആൾക്കാർ ഒത്തിരി ടൈം എടുക്കുന്നു. ഈവൻ ബിടെക്കും എംടെക്കും കഴിഞ്ഞ ആൾക്കാർ തന്നെ വന്നിട്ട് വർഷങ്ങളെടുത്ത് കഴിയുമ്പോഴത്തേക്കാണ് അവർ ഡിജിറ്റൽ മീഡിയയിൽ എക്സ്പെർട്ട് ആകാനായിട്ട് പറ്റുന്നത്. പിന്നെ അതിനകത്ത് ഒരുപാട് പ്രൊഫഷണൽസ് അതിനകത്ത് കൂടാനുണ്ട്. വീഡിയോ മേക്കേഴ്സ് ചേരണം, അതുപോലെ തന്നെ ഡിസൈനേഴ്സ് ചേരണം, ഗ്രാഫിക് ഡിസൈനേഴ്സ് ചേരണം. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത്. പിന്നെ ഡിജിറ്റൽ മീഡിയ തന്നെ പ്രൊഫഷണലൈസ് ചെയ്ത് ഒരുപാട് ഗ്ലോബൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുക ആ ഒരു മാർക്കറ്റിംഗ് ടാക്ടിക്സ്. അപ്പോൾ നമ്മളത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ലൈഫ് ലൈൻ്റെ മറ്റു കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കും കൂടി ഇത് പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിജിറ്റൽ മീഡിയ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഡിജിറ്റൽ മാസ്റ്ററി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കത് എടുക്കാനായിട്ട് ടൈമില്ല. പക്ഷേ എങ്കിൽ ലൈഫ് ലൈൻ്റെ വളരെ പ്രധാനപ്പെട്ട IT മാനേജർ തന്നെയാണ് ഈ ക്ലാസ് എടുക്കുന്നത്. അതിനകത്ത് നമുക്ക് മെഷർ ചെയ്യാം ആരിലേക്ക് ചെല്ലണം. ഇപ്പോൾ എൻ്റെ പ്രോഗ്രാം നെയ്റോബിയിൽ ഇരിക്കുകയാണെങ്കിൽ അതിൽ സ്ത്രീകൾ എത്ര ശതമാനം അറ്റൻഡ് ചെയ്യണം, പുരുഷന്മാർ, യങ്സ്റ്റേഴ്സ്, അവർക്ക് മാത്രം പോയിൻ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ മുംബൈയിൽ വെക്കുകയാണെങ്കിൽ മുംബൈയിൽ ഒരു പർട്ടിക്കുലർ ലെവലിന് മുകളിൽ ബിസിനസ് ഉള്ളവർ മാത്രം മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മാത്രമേ ഇത് കാണത്തുള്ളൂ, വേറെ ആരും അവർ കാണത്തില്ല. അപ്പോൾ ഇനി തൊഴിൽ അന്വേഷകർ കാണരുത്, ആന്ത്രപ്രനേഴ്സ് മാത്രമേ കാണുള്ളൂ ആ രീതിയിൽ നമ്മൾ പോയിൻ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അവർ മാത്രമേ കാണത്തുള്ളൂ. ചെന്നൈ പ്രദേശത്ത് മാത്രം അവർ കാണണമെന്നില്ലെങ്കിൽ ദ ഹോൾ ഓഫ് തമിഴ്നാട് കാണണമെന്ന് പറഞ്ഞ് നമ്മൾ പോയിൻ്റ് ചെയ്ത ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ നമുക്കൊരു പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കണം, പക്ഷേ നമുക്ക് നമ്മുടെ യൂസേഴ്സിനെ നമുക്ക് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഈ കാണുന്നതിനകത്ത് നമ്മൾ ജെന്യുവിനാണ്, പ്രൊഡക്റ്റും കൊള്ളാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റിട്ടേൺസ്. അപ്പോൾ വേറെ പരസ്യങ്ങൾക്കൊന്നും ആവശ്യം വരുന്നില്ല. ഈ പരസ്യത്തിലൂടെ ഉടനെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ 1 മാസത്തിനകത്ത് തന്നെ റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നു. അപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇത് തന്നെ ഇപ്പോൾ ലൈഫ് ലൈൻ TV വരുന്നതാണ്. നമുക്ക് ഈ പറഞ്ഞ ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ
പെട്ടെന്നൊരു കമ്മ്യൂണിക്കേഷൻ മീഡിയമാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 വർഷം മുമ്പൊക്കെ നമ്മൾ ചെയ്തിരുന്നത് കേരളം മുഴുവൻ എല്ലാ സിറ്റിയിലും പോയി ഇങ്ങനെ പ്രോഗ്രാം നടത്തിയിട്ട് അതിൽ നിന്നാണ് നമ്മൾ ആൾക്കാരെ എടുത്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ നമുക്ക് ആൾക്കാർ വരുന്നത് എക്സസ് ആണ് വരുന്നത്. ആ ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ SEO ചെയ്ത് കൊടുക്കണം. വളരെ ലോക്കലായിട്ട് നമുക്ക് SEO ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ക്വാളിഫൈഡ് ബയേഴ്സിലേക്ക് മാത്രം, ഈവൻ ബിൽഡിംഗ് വിൽക്കാനോ ഫ്ലാറ്റ് വിൽക്കാനോ അല്ലെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിനാണല്ലോ ടെക്സ്റ്റൈലിനാണല്ലോ ഏത് മേഖലയിൽ ഏത് ബിസിനസ്സും ലോക്കലി ഓർ ഇൻ്റർനാഷണലി കണക്ട് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് രീതിയാണ്. അതുകൊണ്ടാണ് ഈ ഡിജിറ്റൽ മാസ്റ്ററി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനൊത്തിരി ടാക്ടിക്സ് പഠിക്കാനുണ്ട്, സ്കില്ല് നമുക്ക് കിട്ടാനുണ്ട്. അതിലേക്ക് തന്നെ അപ്പോൾ ആക്ച്വലി ആന്ത്രപ്രണർ നിവർത്തി ഉണ്ടെങ്കിൽ ഇതിൽ വരരുത്. കാരണം നിങ്ങളുടെ സമയം ഇതിൻ്റെ പുറകെ പോകേണ്ടതല്ല. നമുക്ക് അതിനകത്തുനിന്ന് ഇൻസൈഡ് ഒരാളാണ് വരേണ്ടത്. ഇൻസൈഡ് ഒരാൾ വന്ന് അയാൾക്ക് വേറെ ഇതൊന്നുമില്ലാതെ ഇതിലേക്ക് മാത്രം ഒരാൾ തന്നെ ഇരുന്നാൽ തീരുമില്ല. മിനിമം ഒരാൾ ഫുൾ ടൈമറായിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോൾ ഒരു ലോക്കലിൽ നടത്തിക്കിട്ടുന്ന റെസ്റ്റോറൻ്റ് ആണെങ്കിൽ പോലും ഒരു ജ്യൂസ് കടയ്ക്കാണെങ്കിൽ പോലും ഈ ഡിജിറ്റൽ മീഡിയത്തിൽ കൂടെ നമുക്ക് ആൾക്കാരെ കൂട്ടാം. കാരണം ആൾക്കാരെല്ലാം അറിയും ഇങ്ങനെയൊരു സംഭവം ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിനകത്തോടെ കൺസ്യൂമറെ എൻഗേജ് ചെയ്യാം, കസ്റ്റമറെ പുതിയത് നമുക്ക് റീറ്റെയിൻ ചെയ്യാം, ഉള്ള ആൾക്കാരെ നമുക്ക് റിട്ടൻഷൻ വളരെ കൂട്ടാനായിട്ട് പറ്റും. അപ്പോൾ ഏറ്റവും മോഡേൺ ടൂൾസ് നമുക്ക് ഉപയോഗിക്കാം. സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ, പിന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ, അത് ഗ്ലോബലി പോകാനായിട്ട് പറ്റും. കണ്ടൻറ്റ് മാർക്കറ്റിംഗ്, കണ്ടൻറ്റുകൾ വരണം, ഫീഡ്ബാക്ക്. അപ്പോൾ ഈ സെർച്ച് എഞ്ചിൻ്റെ മാർക്കറ്റിംഗ്, പിന്നെ പേപ്പർ ക്ലിക്ക്, നമ്മൾ പരസ്യം കൊടുത്താൽ ഗൂഗിളിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് പൈസ പോകുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചില കേസിനകത്ത് ഈ 714% ഗ്രോത്ത് വന്നിരിക്കുന്ന കമ്പനിയുണ്ട് ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ട്, ഗ്ലോബലി പോലും. അപ്പോൾ ഡയമണ്ട്സ് പോലുള്ള ജുവലറി പോലുള്ള ആൾക്കാർ അവരുപയോഗിച്ചിട്ട് അവർക്കുണ്ടായിട്ടുള്ള മാറ്റം. അപ്പോൾ ആക്ച്വലി ഒരു എൻഗേജ്മെൻറ്റിന് ഇത്ര പൈസ എന്നുള്ള അവർ നിശ്ചയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് മോട്ടോർ ബൈക്കുകളുടെ കമ്പനി, അപ്പോൾ ലോക്കൽ ജിം എങ്ങനെയാണ് ആൾക്കാരെ കൂട്ടിയത്, യോഗ ടീച്ചിങ്ങിന് എങ്ങനെയാണ് ആളെ കൂട്ടിയത്, ബ്യൂട്ടി പാർലറിന് എങ്ങനെയാണ് ആളെ കൂട്ടാനായിട്ട് പറ്റിയത്, ഇതെല്ലാം ഒരുപാട് കേസ് സ്റ്റഡികളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ് എങ്ങനെയാണ് ഈ ഗൂഗിൾ ആഡ്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഗൂഗിളിനകത്ത് അത് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹബ്സ്പോട്ട് നമുക്കുള്ള ആൾക്കാർ അവർ തന്നെ തോന്നുന്നേണ്ട 1200% അവരുടെ ഗ്രോത്ത് ഉണ്ടാക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. സിസ്കോ ഒക്കെ പ്രത്യേക സോഷ്യൽ മീഡിയ സെൻറ്ററുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, മില്യൺസ് ആൻഡ് മില്യൺസ് മുടക്കിയിട്ട്. അപ്പോൾ ഇത് എല്ലാവരും ഈ മേഖലയിൽ പിടിമുറുക്കി വരുമ്പോൾ, അപ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ, അലിബാബ ഇങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു സംഭവം ഉപയോഗിച്ചുകൊണ്ട്, ഡിജിറ്റൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ബിസിനസ് കൂട്ടുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. അപ്പോൾ ലൈഫ് ലൈനുമായിട്ട് നമുക്ക് ബന്ധപ്പെടാം. ലൈഫ് ലൈനിൽ ട്രെയിനിങ് വരുമ്പോഴത്തേക്കും എപ്പോഴും ഒരു കാര്യം ഉപയോഗിക്കും, നമ്മൾ ചുമ്മാ ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കാനായിട്ട് വരരുത്. കാരണം വളരെ അത്യാവശ്യക്കാരൻ ചിലപ്പോൾ വേറെ നിൽക്കുന്നുണ്ടായിരിക്കും. കാരണം ഒത്തിരി പേർക്ക് ഇത് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഓരോരുത്തരുമായിട്ട് ഡയറക്റ്റായിട്ട് അവർക്കത് കാണിച്ചു കൊടുക്കേണ്ടതുകൊണ്ട് നേരത്തെ ആദ്യം ഇതിനെക്കുറിച്ച് ഒരു നോളജും ഇല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയെക്കുറിച്ച് ചിലർ ഉണ്ട്, ക്ലാസ്സിൽ വരുന്നവർ തന്നെ സോഷ്യൽ മീഡിയ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും, ഈവൻ സോഷ്യൽ മീഡിയ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിപ്പോൾ ഈ മൊബൈലിനകത്തുനിന്ന് സോഷ്യൽ മീഡിയ, ഈവൻ ഒരു ഫേസ്ബുക്ക് രജിസ്ട്രേഷൻ പോലും ഇല്ലെങ്കിൽ ഈ ക്ലാസ്സിന് മുമ്പ് ലൈഫ് ലൈനിലൊരു ടൈം തരും. ആ സമയത്ത് വന്ന് നമ്മുടെ എക്യുപ്മെൻറ്റ്സും ഇതെല്ലാം നമ്മളാക്കി അറ്റ്ലീസ്റ്റ് നമ്മളൊരു മിനിമം യൂസ് ചെയ്യുന്നവർ ആ ഒരു ലെവലിൽ എത്തിയിട്ട് വേണം ബാക്കിയുള്ളവരുടെ കൂടെ ഇരിക്കാനായിട്ട്. അതിനൊരു പ്രീ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 ദിവസം കൊണ്ടൊക്കെ ഒരു മിനിമം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് പഠിച്ചിട്ട് മറ്റ് അഡ്വർടൈസിങ് എല്ലാം നടത്തുന്ന കൂട്ടത്തിൽ ഇതുകൂടെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബിസിനസ് വളരെ അപ്പാകാനായിട്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതൊരു മസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ലൈഫ് ലൈൻ ഇത് ഡെവലപ്പ് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ പാർട്ടിസിപ്പൻസിനാണ് ഇത് മെയിനായിട്ടും ഈ പ്രോഗ്രാം ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ പഠിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റേർണലി പഠിച്ചിരിക്കുന്ന മിക്കവാറും എല്ലാ ടെക്നിക്സും പഠിച്ചിട്ട് പോകാനായിട്ട് പറ്റും. പക്ഷേ അത് എന്നും നമ്മുടെ കൂടെ നിൽക്കുന്ന ആളായിരിക്കണം കമ്പനിയിൽ നിന്ന് ചൂസ് ചെയ്ത് വിടേണ്ടത്. രണ്ടാമത്തെ കാര്യം, അയാൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. വെറുതെ ഇങ്ങനെ ഒരു പഠിക്കാനായിട്ട് വന്നിട്ട് പോകരുത്. കംപ്ലീറ്റ്ലി അതിലോട്ട് ഫോക്കസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ കമ്പനിയുടെ റവന്യൂ ഒരുപാട് ടൈംസ് വർദ്ധിപ്പിക്കാനായിട്ട് അവരെ കൊണ്ട് പറ്റണം. ഏതായാലും ഈ ഒരു സംഭവം പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.